അന്ന് ഗുരുവായൂർ അമ്പലനടയിൽ തൊഴുവാൻ വന്ന എന്നെ അവർ ഭക്തയല്ല എന്ന് വരെ പറഞ്ഞുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പെട്ടെന്നാണ് എനിക്ക് ചിത്രങ്ങൾ വരച്ചാൽ എന്താ എന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത്. അപ്പോൾ വെണ്ണക്കണ്ണൻ്റെ ചിത്രങ്ങൾ ഞാനിപ്പം വരയ്ക്കുന്നുണ്ട്. വെണ്ണക്കണ്ണൻ്റെ മാത്രമല്ല, ഗുരുവായൂരപ്പൻ, ആലിലക്കണ്ണൻ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ തന്നെ വെറൈറ്റി ചിത്രങ്ങൾ ഞാനിപ്പം വരയ്ക്കുന്നുണ്ട്. പെട്ടെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പനാണ് എൻ്റെ മനസ്സിൽ തോന്നിച്ചത്. എനിക്കും ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു കഴിവ് എൻ്റെ ഉള്ളിലുണ്ടെന്നും ഗുരുവായൂരപ്പൻ പറഞ്ഞു തരുന്ന പോലെയാണ് എനിക്ക് തോന്നിച്ചത്. ആ ഒരു തോന്നൽ കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ചിത്രങ്ങൾ വരച്ച് തുടങ്ങിയത്. അപ്പം ഇത് എനിക്ക് ചിത്രകല എന്ന് പറയുന്ന എൻ്റെ പെയിൻറ്റിങ്ങുകൾ ഇനിയൊരു ഉപജീവന മാർഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആലോചനയിലാണ് ഞാനിപ്പം. അതിന് വേണ്ട സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല. എന്തുതന്നെയായാലും ഇനി ചിത്രം വര നിർത്തില്ല എന്നുള്ള ആദ്യമേ ഞാൻ വരച്ചിരുന്നു. അത് ഒരിടക്കാലം കൊണ്ട് നിന്നു പോയതാണ്. പിന്നെ ഒരുപാട് വർഷങ്ങളോളം ഇങ്ങനെ ഒരു കഴിവ് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു തോന്നൽ പോലും എനിക്കുണ്ടായിട്ടില്ല. ഈ അമ്പലനടയിലെ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ട് എനിക്കും ചിത്രങ്ങൾ വരച്ചുകൂടാ എന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗുരുവായൂരപ്പനാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിച്ച് എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇനിയും ചിത്രങ്ങൾ വരച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആലോചിക്കുന്നത്. ചിത്രം വര ഇനി ഞാൻ നിർത്തൂല. ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയും വെണ്ണക്കണ്ണൻ്റെ ഫോട്ടോയും ആണ് ഇപ്പോൾ നിലവിൽ വരച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയം പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നതോടുകൂടിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർ എന്നെ ഒരു ഡോക്ടർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ന്യൂസ് 18 ഒരു ബൈറ്റ് കൊടുക്കുന്നതും അത് എല്ലാവരും കാണുന്നതും. അപ്പോൾ ആ ഒരു സംഭവത്തെ തുടർന്ന് ഞങ്ങൾ ഈ കാര്യം അന്വേഷിച്ചു. അതിന് മുമ്പേ കുറേ ആളുകൾ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. ഇവരിങ്ങനെ 18ഓളം പേരുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ചില കേസുകൾ കോടതി തന്നെ ഇവരുടെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് കാണിച്ചുകൊണ്ട് കേസുകൾ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ അന്വേഷിച്ചതിനെ തുടർന്ന് ഒരുപാട് പേര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ഹണി ട്രാപ്പിൽ പെടുത്തിയ കുറേ ആൾക്കാർ ഞങ്ങളെ സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ത്രീക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത്. അതിനാണിപ്പോൾ അവർ ഞങ്ങൾക്കെതിരെ അവരുടെ കണ്ണാ നിനക്കായി എന്നുള്ള ചാനലാണ് അവരുടെ യൂട്യൂബിലുള്ളത്. ആ ചാനൽ ആരെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. ഇവരും ഇവരുടെ കസിൻ ബ്രദർ എന്ന് പറയുന്ന ആ ഒരു സഹോദരനും കൂടി അതിനകത്ത് ഇരുന്നിട്ട് ഞങ്ങൾ കുറേ സ്ത്രീകളെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്.